Good morning. Okay, good morning. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നാബ് ആണ് പറഞ്ഞത്. നാബ് എന്ന് പറഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹോസ്പിറ്റലുകൾക്കൊക്കെ ഒരു ഔദ്യോഗികമായ അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാബ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഇനി നാബില് നമ്മള് ഹോസ്പിറ്റലുകളെ നാബ് ഇങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഒരുമിച്ചല്ല. അങ്ങനെ നാബിന്റെ ഇതില് നമ്മൾ ഹോസ്പിറ്റലുകളിലെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നാബ് മെയിൻലി ഡിവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻടു ടു മെയിൻ ഡിവിഷൻ. രണ്ട് പ്രധാന ഹോസ്പിറ്റലുകളെ രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് SHCO എന്താ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ okay with less than 15 beds. 15 beds അതിൽ താഴെ വരുന്നത് അതാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മള് ബെഡുകളുടെ ഇതനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലുകളിലെ നമ്മള് ഏതാണ് മീഡിയം സൈസ് ഹോസ്പിറ്റല് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അതാണ് SHCO എന്ന് പറയുന്നത്. അതില് ബെഡുകളുടെ എണ്ണം എത്രയാ, വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ താഴെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ ചെറിയ കമ്മ്യൂണിറ്റി സെന്ററുകള്, ഹെൽത്ത് സെന്ററുകള്, ഇതെല്ലാം സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. അവരുടെ ബെഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 50-ൽ താഴെയായിരിക്കും. രണ്ടാമത്തത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ളത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്. അതൊക്കെ നമ്മുടെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ അതിനകത്ത് വരുന്നതാണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ. നാബ് ഹോസ്പിറ്റലുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, മെയിൻ നാബ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapter with 100 standards and 651 objective elements. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. നാബ് ഗൈഡ് ബുക്കില് സ്റ്റാൻഡേർഡ്സ് ആ 10 ചാപ്റ്റർ, മൊത്തം 10 ചാപ്റ്ററുകള്. നമ്മൾ ഓരോ സെക്ഷനുകൾ പറഞ്ഞില്ലേ, 4 സെക്ഷനൊക്കെ. അപ്പൊ അതിനകത്ത് ഓരോ സെക്ഷനുകളെ നമ്മൾ വീണ്ടും ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗൈഡ് ബുക്കില്, നാബ് ഗൈഡ് ബുക്കില് 10 ചാപ്റ്റർ, അതില് വിത്ത് 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, വസ്തുനിഷ്ഠമായിട്ടുള്ള എലമെന്റ്സുകൾ. അത് താഴെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താ, പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, അത് നിശ്ചിതമായിട്ടുള്ള ഒരു ലക്ഷ്യം, അതെന്തായാലും നമ്മൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഇതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഗോൾ ഫോർ എ പെർഫോമൻസ്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്ന് പറഞ്ഞ എന്താ, കംസ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ പെർഫോമൻസ്. പെർഫോമൻസ് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഇലമെന്റ്സ് വരുന്നത്. ആ ഇലമെന്റ്സ് സ്റ്റാൻഡേർഡുകളുടെ കീഴിൽ വരുന്നതാണെന്ന്. Elements comes under each standard and is used to monitor the performance. പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എലമെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. അത് ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് എത്രയുണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ആൻഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നാബ് ഗൈഡ് ബുക്കില് 10 ചാപ്റ്റർ വിത്ത് 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അണ്ടർലൈൻ ചെയ്തിട്ടാ, എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ടോ. 10 chapter, 100 standards, 651 objective elements.
അപ്പൊ അതിനകത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താണ്? റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി ഇലമെന്റ്സ്, ഒബ്ജക്റ്റീവ് ഇലമെന്റ് എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റാൻഡേർഡിന്റെ ഇലമെന്റ്സ് ഈ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ്. എന്ത് മോണിറ്റർ ചെയ്യാൻ? പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്, അപ്പൊ 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് 102 ആർ ഇൻ കോർ കാറ്റഗറി. അത് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. 102 എണ്ണം കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് വെച്ചാൽ പ്രധാന വിഭാഗം. അതില് 102 ഇലമെന്റ്സുകള് കോർ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് പ്രധാന വിഭാഗത്തിലും വരുന്നതാണ്. അത് 4 കാറ്റഗറി അവിടെ വരുന്നുണ്ട്. 4 കാറ്റഗറി അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. അപ്പൊ 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സില് 102 ആർ ഇൻ കോർ കാറ്റഗറി. 102 എണ്ണം ഏതിലാ വരുന്ന? കോർ കാറ്റഗറി, അതായത് പ്രധാന വിഭാഗത്തില് വരുന്നതാണ്. which are essentially evaluated during the assessment. അതെന്താ? ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നവയാണത്. which are essentially അത്യാവശ്യമായിട്ടുള്ളതാണ്. essentially evaluated during each assessment. ഓരോ അസസ്മെന്റ് സമയത്തും പ്രധാനമായും വിലയിരുത്തപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഇലമെന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്? കോർ കാറ്റഗറിയിൽ വരുന്നത്. അത് എത്രണ്ണം വരും? 102. കിട്ടിയോ? 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സിൽ 102 എണ്ണം കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. കോർ കാറ്റഗറി എന്ന് പറഞ്ഞ എന്താ? പ്രധാന വിഭാഗം. പ്രധാന വിഭാഗത്തിൽ വരുന്നതാണ്. അതെങ്ങനെയാ? which are essentially evaluated during the assessment. അപ്പൊ അവർ ഓരോ മാനദണ്ഡങ്ങളും പരിശോധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ മൂല്യനിർണയ സമയത്ത് അത്യാവശ്യമായി ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഈ 102 ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ. 459 ആർ ഇൻ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. പ്രതിബദ്ധതാ വിഭാഗം. അതില് 459 എണ്ണം വരുന്നത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ്. പ്രതിബദ്ധതാ വിഭാഗം. which will be evaluated during final assessment. അതെപ്പോഴാണ്? അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് അവ. കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന എങ്ങനെയാ? will be evaluated during ഫൈനൽ അസസ്മെന്റ്. അന്തിമ മൂല്യനിർണയ സമയത്ത്, ലാസ്റ്റ് ഫിനിഷിംഗ് എന്നുള്ള നിലയില്, ലാസ്റ്റ് സ്റ്റേജില്, അന്തിമ മൂല്യനിർണയ സമയത്ത്, ഫൈനൽ അസസ്മെന്റ് സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അതില് ഏത്? 459 ഇലമെന്റ്സുകള്, ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകള്. ഇനി 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി. അതില് 60 എണ്ണം ഇതിൽ വരുന്നതാണ് അച്ചീവ്മെന്റ്, നേട്ട വിഭാഗത്തില്. അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് 60 എണ്ണം. which will be checked out during surveillance assessment. അത് ഏത് സമയത്ത്? അവ നിരീക്ഷണ മൂല്യനിർണയ വേളയില് പരിശോധിക്കപ്പെടുന്നവയാണ്. which will be checked out during surveillance assessment. അവ നിരീക്ഷണ മൂല്യനിർണയ വേളയില് പരിശോധിക്കപ്പെടുന്നവയാണ് അത്. ഇനി അടുത്ത ബാലൻസ് 30 ആർ ഇൻ എക്സലൻസ് കാറ്റഗറി. എക്സലൻസ് കാറ്റഗറിയിലാണ് ബാക്കി 30 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് വരുന്നത്. which will be evaluated during re-accreditation. re-accreditation സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് ഏത് വരുന്നത്? എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നത്. അത് ഏത് സമയത്താണ്? which will be evaluated during re-accreditation. re-accreditation സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് 30 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സുകൾ. ഇത് നോക്കി വെക്കണം കേട്ടോ. ആ 4 കാറ്റഗറി നോക്കി വെക്കാം. അതില് ഓരോന്നിലും ഏതാണെന്ന് അതിനകത്ത് വരുന്ന എണ്ണവും ഒന്ന് നോട്ട് ചെയ്തേരെ കേട്ടോ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, 102 കോർ കാറ്റഗറിയില്, 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയില്, 60 അച്ചീവ്മെന്റ് കാറ്റഗറിയില്, 30 എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നാവ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ്സ് സ്റ്റാൻഡേർഡും. നാവ് സ്റ്റാൻഡേർഡ് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ.
പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. നാബ് സ്റ്റാൻഡേർഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തന്നെ തിരിക്കാം. പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷനെ സെൻട്രലൈസ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി കാര്യങ്ങളും അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാനദണ്ഡങ്ങളും നോക്കും. പിന്നെ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. നാബ് സ്റ്റാൻഡേർഡില് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡില് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാ? അസസർ, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. പ്രവേശനം, ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള പേഷ്യൻസിന്റെ എൻട്രി, അസസർ അതിന്റെ പ്രവേശനം, അസസ്മെന്റ് വിലയിരുത്തല്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ പരിചരണത്തിന്റെ തുടർച്ച, കണ്ടിന്യൂറ്റി ഓഫ് കെയർ. നെക്സ്റ്റ് നോക്കിയേ ബി, കെയർ ഓഫ് പേഷ്യന്റ്. COP ആണ് കെയർ ഓഫ് പേഷ്യന്റ്, പേഷ്യൻസിന്റെ കെയർ. മൂന്നാമത്തെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM മരുന്നുകളുടെ മാനേജ്മെന്റ്, MOM. Then patient rights and education, PRE, patient right and education, രോഗികളുടെ അവകാശങ്ങളും അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും ഒക്കെ. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നാബിന്റെ മാനദണ്ഡങ്ങളിൽ വരുന്നതാണ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. അസസർ, അസസ്മെന്റ്, കണ്ടിന്യൂറ്റി ഓഫ് കെയർ, കെയർ ഓഫ് പേഷ്യന്റ്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, പേഷ്യന്റ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, അത്രയും നോക്കാം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നത്. ഇനി അടുത്തത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, ആ ഓർഗനൈസേഷൻ, ആ ഹോസ്പിറ്റലിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. പിന്നെ രണ്ടാമത്തെ നോക്കിയ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി, ROM, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS, ഫെസിലിറ്റി മാനേജ്മെന്റ്, അവിടെയുള്ള സൗകര്യങ്ങൾ അതിന്റെ മാനേജ്മെന്റ്, സുരക്ഷയും ഒക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. പഠിക്കാൻ ഞാനൊരു എളുപ്പ വഴി പറയാം. ഇതിനകത്ത് എല്ലാം മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കി എല്ലാം റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ഏതാണ് അതിന്റെ ആ ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. അപ്പൊ കുറേയും അവിടുത്തെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും മാനേജ്മെന്റ് എന്നുള്ളത് വരുന്നുണ്ട്. അത് ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ പറഞ്ഞതാണ് കേട്ടോ. ഇത് 5 ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ചോദിക്കാം, അത് രണ്ടും നോട്ട് ചെയ്തിടണം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ, നാബിന്റെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഏതാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, patient safety and quality improvement, responsibility of management, facility management and safety, human resource management, information management system. ഇനി അടുത്തത് നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. Key performance indicator, KPIs, assist in helping to systematically monitor, assess and continually enhance service performance. സർവീസ് പെർഫോമൻസ് നമ്മൾ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ്, അവരുടെ സർവീസ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് മോണിറ്റർ ചെയ്യാനും, സർവീസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അതിനെ അസസ് ചെയ്യാൻ, വിലയിരുത്താനും, അതുപോലെ തന്നെ തുടർച്ചയായി അത് മെച്ചപ്പെടുത്താനും, കണ്ടിന്യൂലി എൻഹാൻസ് തുടർച്ചയായിട്ട് ആ സർവീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, മെച്ചപ്പെടുത്താനും ഈ നാബ് കീ പെർഫോമൻസ് സഹായിക്കും.
key performance indicator assist in helping to എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സിസ്റ്റമാറ്റിക്കലി മോണിറ്റർ നിരീക്ഷിക്കുന്നതിന് വിലയിരുത്താൻ അസസ് ചെയ്യുന്നതിന് കണ്ടിന്യൂലി എൻഹാൻസ് സർവീസ് പെർഫോമൻസ് എന്ത് ചെയ്യാതെ അതിനെ കൂടുതൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കും. KPIs by themselves KPIs cannot improve performance. ഈ KPIകൾക്ക് സ്വയം ഈ എന്താണ് ഇംപ്രൂവ് മെച്ചപ്പെടുത്താൻ കഴിയില്ലാന്ന്. By themselves KPIs key performance indicatorsന് സ്വയം ഈ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ കഴിയില്ല. cannot improve performance. However, they do provide signposts that signal progress towards goals and objective as well as opportunity for sustainable process. So, ഈ KPIs key performance indicators സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വയം മെച്ചപ്പെടുത്താൻ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്വയം മെച്ചപ്പെടുത്താൻ കഴിയില്ല. എങ്കിലും however എന്നാലും അതിന്റെ ഗോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടണം എന്നുള്ളത്. ആ ഒരു ഗോളിലേക്കും അതിനു വേണ്ടിയുള്ള ലക്ഷ്യങ്ങളിലേക്കുമുള്ള ഒരു പുരോഗതി, അതിന്റെ സസ്റ്റൈനബിൾ പ്രോഗ്രസ്, സുസ്ഥിരമായ പുരോഗതിക്കുള്ള അവസരങ്ങളും സൂചിപ്പിക്കുന്ന സൈൻ പോസ്റ്റുകൾ അവ നൽകുന്നു. അതായത് ഇവിടെ താഴെ പറഞ്ഞേക്കുന്നുണ്ട്, ഇവിടെ അതിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറെ ഫോർമുലാസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 10-32 ഫോർമുലാസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓരോന്നും ഈ നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് ഈ ഒരു ഇത് എന്ത് ചെയ്യണം, അവര് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് അവര് പാലിക്കുന്നുണ്ടോ, ഹോസ്പിറ്റല് നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് അവർക്ക് അക്രഡിറ്റേഷൻ, ആ ഹോസ്പിറ്റലിന് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള ചില മാനദണ്ഡങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഓരോ ഫോർമുലാസിനും പറഞ്ഞേക്കുന്ന കാര്യങ്ങള് ഹോസ്പിറ്റല് കറക്റ്റ് ആയിട്ട് പാലിച്ചു പോരുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് അവർ ശരിക്കും കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള അവർ ചെയ്യുന്ന നാബ് കൊടുക്കുന്ന ചില മാനദണ്ഡങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓരോന്നും നമുക്ക് അതില് ഇമ്പോർട്ടന്റ് ഞാൻ എടുക്കുമ്പോ തന്നെ നോട്ട് ചെയ്തിടാം. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, ടിക്കിട്ട് പോവുക കേട്ടോ. ഓരോന്നും അത്രയും അത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇനി നമ്മൾ ഒരു 3-4 പേജ് ഈ ഒരു ചാപ്റ്റർ തീരുന്ന വരേക്കും ഈ ഫോർമുലാസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൽ നിന്ന് ഒരു 1-2 ഫോർമുല എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. അതിനാൽ പാരഗ്രാഫിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാരഗ്രാഫും അതിന്റെ ഫോർമുലാസും ആണ് തന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, the time taken for initial assessment. ഇനിഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം, അത് കാണുന്ന ഫോർമുല കണ്ടെത്താനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഇതിനകത്ത് നമ്മള് ഈ 32 എണ്ണതും ഫോർമുലാസ് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ KPIs are likely to monitor by healthcare organization. ഈ healthcare organizations ഇത് എന്താ മോണിറ്റർ ചെയ്യാൻ, നിരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഈ ഇത് നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ ഇതിനകത്ത് തന്നേക്കുന്നത് ഹോസ്പിറ്റലുകള് നിരീക്ഷിച്ച് അത് ഫോളോ ചെയ്താൽ മാത്രമാണ്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് അവിടെ അംഗീകാരം കൊടുക്കുള്ളൂ, ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുള്ളൂ. ഫസ്റ്റ് തന്നേക്കുന്നത് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തലായി എടുക്കുന്ന സമയം, അതാണ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയം.
ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര നേരം ആ പേഷ്യൻസ് ഇപ്പൊ ചെല്ലുന്നത് മുതൽ ഡോക്ടർ ആ പേഷ്യന്റ് നോക്കുന്ന ആ ഒരു സമയമില്ലേ, അത് പറയാം എത്ര നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഡോക്ടർ എന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോ ഡോക്ടറിനെയൊക്കെ കാണേണ്ടി വരിക അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരുപാട് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാന്നുള്ളത് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച ഒരു ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു നെഗറ്റീവ് മാർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാം പെട്ടെന്ന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതിനോടൊപ്പം ഹോസ്പിറ്റൽ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഒന്നാമത്തേത് പറഞ്ഞേക്കുന്നത് നമ്മൾ പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. The time should begin from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. കണ്ടോ, പേഷ്യന്റ് വാർഡില് എത്തിയ സമയം മുതൽ, പേഷ്യന്റ് ഹോസ്പിറ്റലിലെ വാർഡില് എത്തിയ സമയം മുതൽ ഒരു ഡോക്ടർ പ്രാഥമിക മൂല്യനിർണ്ണയം അത് പൂർത്തിയാക്കുന്നത് വരെ, ഇനിഷ്യൽ ഇവാലുവേഷൻ ആ പ്രാഥമിക വിലയിരുത്തലുകള് മൂല്യനിർണ്ണയം നടത്തുന്ന വരെയുള്ള ആ ഒരു സമയം, അതിനാണ് എന്തെന്ന് പറയുന്നത് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. The time should begin from the time that the patient has reached at the bed of the ward. ഒരു പേഷ്യന്റ് വാർഡിലെ ബെഡിൽ എത്തിയത് മുതൽ till the time that the initial evaluation has been completed by the doctor. ആ ഡോക്ടർ ഇനിഷ്യൽ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എടുക്കുന്ന ഒരു ടൈം. അപ്പൊ എത്ര സമയം പേഷ്യൻസിനെ നോക്കി അല്ലെങ്കിൽ അവരെ കെയർ ചെയ്തു എന്നുള്ളതൊക്കെ ആ ഒരു ടൈം, അതാണ് ഇതെന്ന് പറയുന്നത് ഇനിഷ്യൽ അസസ്മെന്റിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് കാണുന്ന ഫോർമുലയാണ് താഴെ തന്നേക്കുന്നത്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുക്കുന്ന ടൈം, അതിന്റെ സമ്മ്, ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അപ്പൊ അതിന് ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് ആകെ എടുത്ത സമയത്തെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, അവിടെ മൊത്തം എത്ര അഡ്മിഷൻ ഉണ്ടായി ആ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്നുള്ളതിൽ കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്തിടുക കേട്ടോ, ഒന്നാമത്തെ നോട്ട് ചെയ്തിടുക. ഓക്കെ, ഫസ്റ്റ് ഫോർമുല ഒന്നാമത്തെ ഫോർമുല നോട്ട് ചെയ്തിട്ട്. ഇനി ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതിന്റെ ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി, പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നുള്ളൂ. പാരഗ്രാഫിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല, ഈ ഒരു സെക്ഷനിൽ നിന്ന് ഫോർമുലാസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുത്ത സമയം. അപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ ബെഡിലെത്തിയത് മുതൽ, വാർഡില് ബെഡിലെത്തിയത് മുതൽ, വാർഡില് ബെഡില് എത്തിയ സമയം മുതൽ ആ ഡോക്ടർ പ്രാഥമിക മൂല്യനിർണ്ണയം കംപ്ലീറ്റ് ആക്കാൻ എടുത്ത സമയം, അതുവരെ എടുക്കുന്ന ടൈം, അതാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനിഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ആകെ സമയത്തെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റത്തെ അത് ചിലപ്പോ ഈ ഡിവൈഡ് എന്നുള്ളത് തിരിച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലാക്കി തരാട്ടോ. ഓപ്ഷൻസ് നിങ്ങൾ തരൂല്ലേ, ഇതിന്റെ ഏത് ഫോർമുല കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 4 ഫോർമുല തരാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, അങ്ങനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചു തരാം. പിന്നെ അല്ലെങ്കിൽ വല്ല മൾട്ടി, ഇവിടെ ഡിവൈഡ് അല്ലേ, അവിടെ ഇൻറ്റു ഇട്ട് തരാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഫോർമുല ഇനിഷ്യൽ അസസ്മെന്റിനായി എടുത്ത ആകെ സമയത്തെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഓരോ
1000 ഇൻവെസ്റ്റിഗേഷനുകളിലും റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണം, പിശകുകള്, തെറ്റുകള്, ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇററിന്റെ നമ്പർ കാണുന്ന ഫോർമുല നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. ഓക്കെ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ, അവിടെ റിപ്പോർട്ട് ചെയ്ത ഇററുകളുടെ എണ്ണം. അപ്പൊ ഒരു 1000 ഇൻവെസ്റ്റിഗേഷനില് ഹോസ്പിറ്റലില് റിപ്പോർട്ട് ചെയ്ത ഇററുകളുണ്ട്, അതിന്റെ എണ്ണത്തെ എത്ര നമ്മള് മൊത്തം എത്ര ടെസ്റ്റ് നടത്തി അവിടെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, എത്ര ടെസ്റ്റ് നടത്തി, അതാണ് നമ്പർ ഓഫ് അവിടെ മൊത്തം പെർഫോം ചെയ്ത ടെസ്റ്റുകളുടെ എണ്ണം ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ എങ്ങനെ കാണുന്നേ, മൊത്തത്തിലുള്ള ഇററുകളുടെ എണ്ണം നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻറ്റു 1000. നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കിയേ. അതുപോലെ ഒന്ന് നോക്കി വെക്കാം. റിപ്പോർട്ടിംഗ് എറർ എന്ന് പറഞ്ഞ എല്ലാം മിക്കവാറും ന്യൂമറേറ്ററിൽ വരുന്നതൊക്കെ എന്താണ് ആ സംഭവം എന്നുള്ളത് വരും. ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പറോ അങ്ങനെയൊക്കെ ആയിരിക്കും ഡിനോമിനേറ്ററിൽ സാധാരണ വരാറുള്ളത്. അപ്പൊ അത് ഓരോ ഇക്വേഷനും നമ്മൾ ഇതിന്റെ ഇതുണ്ടാവും. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കിയേ. ക്വസ്റ്റ്യന് ഇപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, നമ്മുടെ ആൻസർ അവിടെ ഓൾറെഡി ഉണ്ടാവും. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ആ ഹെഡിങ് അവിടെ തരും, എന്നിട്ട് അവിടെ ഓപ്ഷൻസും തരും. അപ്പൊ നമുക്കറിയാം അതിൽ നിന്ന് തന്നെ എടുത്തെഴുതാലോ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, അവിടെ മൊത്തം നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതാൻ നിങ്ങൾ ഓക്കെ ആണോ? അതിൽ നിന്ന് തന്നെ ബുദ്ധിയുള്ളവർക്ക് അതിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ഞാൻ ഓരോന്ന് പതുക്കെ പറയുന്നത്, ഇതിപ്പോ തന്നെ അങ്ങോട്ട് പഠിച്ചു പോക്കോട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി സമയം കളയണ്ട. അപ്പൊ ഒന്നാമത്തെ ഫോർമുലയാണ് ഞാൻ ടിക്ക് ഇട്ട് തന്നത്. ഇനി അതൊക്കെ റിപ്പീറ്റ് ചോദിച്ചേക്കുന്ന ഫോർമുല ആട്ടോ. ഞാൻ ടിക്ക് ഇട്ട് നിങ്ങളോട് ടിക്ക് ചെയ്ത് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ ടിക്ക് ഇട്ട് തരുന്നത്. അപ്പൊ അതെന്തായാലും ഒന്ന് നോക്കിക്കോ. കുറെയൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഉണ്ടാവാം, എങ്ങനെയാന്ന് അറിയില്ല, ഓരോ പ്രാവശ്യത്തെ എക്സാം അനുസരിച്ചിരിക്കും. എങ്കിലും ഇത് ടിക്ക് ഇട്ട് തരുന്നത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മൂന്നാമത്തെ അവിടെ നോക്കിയേ, പെർസെന്റേജ് ഓഫ് adherence to safety precaution by staff working in diagnosis. ഡയഗ്നോസ്റ്റിക് ഇല്ലേ, ലാബില അങ്ങനെയൊക്കെ ഡയഗ്നോസിസില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ സുരക്ഷാ മുൻകരുതലുകള് പ്രിക്കോഷൻസ് പാലിക്കുന്നതിന്റെ ശതമാനം. അപ്പൊ ഡയഗ്നോസ്റ്റിക് ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, ഇപ്പൊ റേഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്ന PPE ഒക്കെ പറഞ്ഞു ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, അതാണ് ഡയഗ്നോസ്റ്റിക് ജോലി ചെയ്യുന്ന സ്റ്റാഫ് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ. കണ്ടോ അവിടെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അവിടെ നമ്പർ ഓഫ് സ്റ്റാഫിന്റെ എണ്ണാണ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്. സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന അതിന്റെ എണ്ണം, പാലിക്കുന്ന സ്റ്റാഫിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഓഡിറ്റ് ചെയ്ത, അതായത് കണക്കിലുള്ള സ്റ്റാഫ്. ആ ലാബിലാണെങ്കിൽ ലാബില് ഫുള്ളുള്ള സ്റ്റാഫുകളില്ലേ, കണക്കിൽപ്പെട്ട സ്റ്റാഫുകള്, അതിന്റെ ഡിവൈഡ് ചെയ്യുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. പിന്നെ ഒരു കാര്യം, പെർസെന്റേജ് എന്ന് പറഞ്ഞ് തന്നില്ല എല്ലാത്തിനും ഇൻറ്റു 100 ചെയ്യാനുണ്ടാവും കേട്ടോ. അവിടെ ഇൻറ്റു 100 ചെയ്യുക. നമ്മൾ പെർസെന്റേജ് കാണൂല്ലേ, ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ, അത് ഇവിടെ നോക്കിയാൽ ഒന്നുകൂടി ശ്രദ്ധിച്ച്. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ഡയഗ്നോസ്റ്റിക് വർക്ക് ചെയ്യുന്ന ആ സുരക്ഷാ മുൻകരുതലുകൾ ഇട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പെർസെന്റേജ്
അതിന്റെ എങ്ങനെ കാണുന്ന ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ എങ്ങനെയാ? സേഫ്റ്റി പ്രിക്കോഷൻസ് ഇടുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഡിവൈഡഡ് ബൈ മൊത്തം അവിടെ കണക്കിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അതിനകത്തേക്ക് ഒരു 50 മൊത്തം ലാബിൽ ഒരു 100 സ്റ്റാഫ് ഉണ്ട്. അതിൽ 75 പേരാണ് ഈ പ്രിക്കോഷൻസ് ഇടുന്നുള്ളൂ. ബാക്കിയുള്ളവര് നോർമൽ ഡ്രസ് ഇട്ടാ വർക്ക് ചെയ്യുന്നെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ എന്താണ്? നാബ് അക്രഡിറ്റേഷൻ കൊടുക്കൂല. അവർക്ക് പ്രിക്കോഷൻസ് ഇടണം. അതാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെ എന്തിനാ? ഇതിന്റെ പെർസെന്റേജ് നോക്കും. അത് 100% ആണ് ഓക്കെ ആണെങ്കിലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതിന് വേണ്ടി അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ ഫോർമുല വെച്ച് അതിന്റെ പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാവരും ഓക്കെ ആണോ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാ പ്രിക്കോഷൻസും അല്ലെങ്കിൽ എല്ലാ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുലാസ് ചെയ്ത് തന്നേക്കുന്നത്. ഇതെല്ലാം നാബ് നോക്കുന്ന ഒരു ഇതാണ്, മാനദണ്ഡങ്ങളാണ് കേട്ടോ. ഇനി നാലാമത്തെ നോക്കിയേ. അപ്പൊ അതിനകത്ത് ഓക്കെ, നാലാമത്തെ നോക്കിയേ, അത് നോട്ട് ചെയ്തിട്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. നാലാമത്തേത് മെഡിക്കേഷൻ ഇറർ റേറ്റ്. മെഡിക്കേഷൻ ഇറർ റേറ്റ്, മരുന്നിന്റെ പിശകുകളുടെ എണ്ണം. medication error rate. A medication error is any preventable എന്ന് പറഞ്ഞാൽ തടയാവുന്ന സംഭവമാണ്, തടയുന്ന സംഭവം. And medication error is any preventable event that may cause or അതിനകത്ത് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഫോർത്ത് ഫോർമുല കേട്ടോ. ഒന്നാമത്തെ, നാലാമത്തെ പ്രീവിയസ് ഈ ഒരു പേജിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ എന്തായാലും പഠിക്കണം. പിന്നെ ബാക്കിത്തെ നിങ്ങൾ അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഇനി ഒത്തിരി വർഷത്തെ മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഇടാം, ഇങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ പ്രീവിയസ് ചോദിച്ചേക്കുന്നതാണ്. അപ്പൊ ഇത് ഇത്രയും ഫോർമുലാസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മെഡിക്കേഷൻ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും നമ്മളൊന്ന് അതനുസരിച്ച് ഫോർമുല ഫൈൻഡ് ചെയ്യാനായിട്ട് പഠിച്ചു വെക്കാം. മെഡിക്കേഷൻ ഇറർ ഈസ് എനി പ്രിവെന്റബിൾ. പ്രിവെന്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തടയാവുന്ന സംഭവം. പ്രിവെന്റബിൾ ഇവന്റ് that may cause or lead to unsuitable medication or use or patient harm while the medication is in the control of the healthcare professional, patient or consumer. Healthcare professionalന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെയോ ഒരു കൺസ്യൂമറിന്റെയോ ഒക്കെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ, കൺട്രോളിലായിരിക്കുമ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് യോജിക്കാത്ത മരുന്നുകൾ, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും ദോഷം വരുത്തുന്ന രീതിയിലുള്ള മരുന്നുകൾ അതിലേക്കോ കാരണമാകുന്ന ആ ഒരു സംഭവം, അതിനെ തടയുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത് മെഡിക്കേഷൻ ഇറർ റേറ്റ് ഫോർമുല. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ മെഡിക്കേഷൻ ഇററുകൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഇല്ലല്ലോ, ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഇല്ല. അപ്പൊ അവര് എന്ത് ചെയ്യും? ഈ നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ഇത് നോക്കും. അതായത് അവിടെ വരുന്ന ഈ മരുന്നുകൾ രോഗിക്ക് കൊടുക്കുന്ന അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള മരുന്നുകളുടെ ഇത് പെർസെന്റേജ് എത്ര ശതമാനം കൊടുക്കുന്നുണ്ടെന്ന് നോക്കും. അപ്പൊ എല്ലാം ഓക്കെയാണ്. അത് തടയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഇററുകൾ വരുന്നത് തടയുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞേക്കുന്നത് മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, മൊത്തം മരുന്നുകളുടെ ആകെ ആ പിശകുള്ള ഇതിന്റെ എണ്ണം, ഇററിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻസ് ഇറർ. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇററുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്ത് ചെയ്യുക? ഇൻറ്റു 1000 ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി, അതിനുള്ള അവസരങ്ങൾ, ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ മൊത്തം
ഇങ്ങനെ സംഭവിച്ച ഇററുകൾ വന്ന ആ മരുന്നുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ടോട്ടൽ എത്ര എണ്ണം വന്നു, അതിന് എന്ത് ചെയ്യണം, ഇനി നമുക്ക് അതിന് അവസരങ്ങളുള്ളത്, അങ്ങനെ ഒരു ഇറർ വരാൻ ചാൻസ് ഉള്ളതും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ്. ആ ഓപ്പർച്യൂണിറ്റി, ഇനിയും ഇററുകൾ വരാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള മരുന്നുകളുടെ ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ divided by total number of opportunity of medication errors. മെഡിക്കേഷൻ ഇറേഴ്സ് വരാൻ ചാൻസ് ഉള്ള, ഓപ്പർച്യൂണിറ്റി ഉള്ള മൊത്തം മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. ഇപ്പൊ നമ്മൾ ഒരു 10 ഒരു 50 മരുന്നുകളിൽ വെച്ച് അതിൽ 10 മരുന്നുകളിൽ ഇറർ വരുന്ന മരുന്നുകളാണ് ഒരു 10 മരുന്നുകൾ എന്ന് വിചാരിക്കുക. അതിന് നമുക്ക് വരാൻ ചാൻസ് ഒരു 10-30 മരുന്നുകൾക്ക് മെഡിക്കേഷൻ ഇറേഴ്സ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ 30 എണ്ണം മൊത്തം ചാൻസ് ഉള്ളതിൽ 10 എണ്ണാണ് ഇററുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഫോർമുല നോക്കി വയ്ക്കാം. ഇനി അഞ്ചാമത്തെ നോക്കിയേ. അപ്പൊ 1ഉം 4 ടിക്കിട്ട് വെച്ചോ. ഇനി percentage of medication chart with the error prone abbreviations. Percentage of inpatient developing adverse. അഞ്ചാമത്തെ അല്ലേ. Percentage of medication chart with the error prone abbreviations. അതായത് പിശക് ഇറർ പ്രോൺ എന്ന് പറഞ്ഞ പിശക് സാധ്യതയുള്ള അബ്രിവേഷൻസ് ഒക്കെ എഴുതുമല്ലോ. നമ്മള് അബ്രിവേറ്റഡ് ഫോം കുറെ പഠിച്ചില്ലേ. നമ്മള് ഏതാണ് എത്ര എണ്ണാണ് 300 ചില്ലാനോ മറ്റോ അബ്രിവേഷൻസ് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോന്നിനും അബ്രിവേഷൻ എഴുതുമ്പോൾ ചിലപ്പോ അതിന് ഇററുകൾ വരാം. ഫുൾ എഴുതുന്നില്ലല്ലോ, അബ്രിവേറ്റഡ് ഫോം ആണ് എഴുതുന്നത്. അത് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ പിശകുകൾ വരാം. അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻസ്. മരുന്ന് ചാർട്ടുകളുടെ ശതമാനം പിശക് ആ അബ്രിവേഷൻസ് മൂലം ഇറർ വരാൻ ചാൻസ് ഉള്ള ആ ഒരു പെർസെന്റേജ്. Error prone abbreviation should be defined in accordance with the guidelines set down by for safe medication practice. എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടാ? എറർ പ്രോൺ അബ്രിവേഷൻ എന്ന് പറയുന്നത് സുരക്ഷമായ മരുന്നുകൾ നൽകാൻ മരുന്ന് രീതിക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഇതെന്ന്. അപ്പൊ അതായത് നമ്മൾ ആ അബ്രിവേറ്റഡ് ഫോം എഴുതുമ്പോൾ ആർക്കും കൺഫ്യൂസ്ഡ് ആവാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൽ എറർ വരുത്താത്ത രീതിയിൽ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് ഈ ഒരു ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ നോക്കിയേ, ഫോർമുല നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ. കണ്ടോ, അത് നേരെയുണ്ട് നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല. ബാക്കിത്തെ അതായിരിക്കും ഹെഡിങ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പൊ നോക്കി, ഓൾറെഡി ക്വസ്റ്റ്യനിൽ അവിടെ ആൻസർ കിടക്കുന്നുണ്ട്. ഇറർ പ്രോൺ അബ്രിവേഷൻസ് number of medication chart with the error prone abbreviations divided by അതിനെ എന്ത് ഡിവൈഡ് ചെയ്യണം? number of medication chart റിവ്യൂ ചെയ്തിട്ടുള്ള ആ ചാർട്ടിന്റെ എണ്ണം കൊണ്ട് പിശകുള്ള മരുന്നുകളുടെ ആ ചാർട്ടുകളുടെ എണ്ണം അതിന്റെ ഡിവൈഡഡ് ബൈ അവിടെ അവലോകനം ചെയ്തിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുള്ള മരുന്നുകളുടെ ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്തത് ആറാമത്തെ, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഒരു പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രതികൂലമായ. ഇനി നമ്മൾ കിടത്തി ചികിത്സയിൽ ഇൻപേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് കിടത്തി ചികിത്സയിൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് മരുന്നുകളോട് ഒരു പ്രതികൂലമായ മരുന്ന് അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ശതമാനം. നമ്മൾ ഓൾറെഡി പേഷ്യൻസ് അഡ്മിറ്റ് ആണ്, അവർക്ക് കൊടുക്കുന്ന ഡ്രഗ് മരുന്നുകൾക്ക് അതിലെന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റുകൾ ഒരു പ്രതികൂല പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ശതമാനം. Adverse drug reaction is a response to drug which is toxic and unintended and which happens at doses normally used in man for a prophylaxis, diagnosis or therapy of disease or
for the modification of physiologic functions. Prophylaxis എന്ന് പറഞ്ഞാൽ രോഗനിവാരണം എന്നാട്ടോ. രോഗനിവാരണത്തിന് എന്താ പറഞ്ഞേക്കുന്നത്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ളത്. ചില മരുന്നുകൾ ടോക്സിക് ആയിട്ടുള്ളതുണ്ടല്ലോ, വിഷകരമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത്. അത് ഒരു മരുന്നിനോടുള്ള ഒരു പ്രതികരണമാണ്. ഉദ്ദേശിക്കാത്തതുമായിട്ടുള്ള ഒരു മരുന്നുകളോടുള്ള പ്രതികരണമാണ് ഈ ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് എപ്പോഴാണ് ഇങ്ങനെ റിയാക്ഷൻ സംഭവിക്കുമേ? നമ്മൾ ചിലപ്പോൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈലാക്സിസ് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പി ഓർ ഡിസീസ് ഓർ ദ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക് ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻ മോഡിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ കൂടുതൽ എല്ലാ പേഷ്യൻസിനും എല്ലാവർക്കും എന്താ ഈ മരുന്നുകളോട് ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ്, ഒരു പ്രതികൂലമായ ഇതാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ഇതാണ് അല്ലെ? എന്നുവെച്ചാൽ അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകള് പേഷ്യൻസിന് ഒരു ടോക്സിക്കോ അല്ലെങ്കിൽ അവർക്കൊരു എന്താ അഡ്വേഴ്സ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അല്ലെ? എല്ലാവർക്കും നല്ല സേഫ് ആയിട്ടുള്ള മരുന്നുകൾ വേണം കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഈ കൊടുക്കുന്ന മരുന്നുകൾക്ക് പേഷ്യൻസിന് അതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്, ഒരു പ്രതികൂല ഒരു സാഹചര്യമാണ്. അവർക്ക് മരുന്ന് കറക്റ്റ് അല്ലെങ്കിൽ ഒരു മോശം ഒരു ഇതല്ല കാണിക്കുന്നേ. കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഒരു പ്രതികൂല ഒരു ഇതാണ് കാണിക്കുന്നെങ്കിൽ ഒരു നെഗറ്റീവ് ഇതാണ്, ഒരു ക്വാളിറ്റിക്ക് ഒരു ദോഷം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു പെർസെന്റേജ് നോക്കും. നോക്കിയ ഫോർമുല എന്താ? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. കണ്ടോ അതിനകത്തുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്. അപ്പൊ അങ്ങനെ അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ആ ഇൻപേഷ്യൻസ് അവരുടെ എണ്ണം. ഇപ്പൊ ഒരു 100 പേരെടുത്തു, അതിൽ ഒരു 50 പേർക്കും ഈ അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ എന്താ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നല്ലതല്ല എന്ന് പറയാം അല്ലെ? അവർക്കൊരു മോശം ഒരു ഇതാ വരുന്നേ. എന്നാൽ 1-2% ആളുകൾക്ക് വരുന്നെങ്കിൽ നമുക്ക് നോർമൽ ആണ്, ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നല്ല ഇതാണ്, പേഷ്യന്റ് കെയർ ആണ് എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ പെർസെന്റേജ് കൂടുതലാണെങ്കിൽ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടില്ല. അതിന് ഇതാണ്. അപ്പൊ അവര് ഈ ഒരു കാര്യം കൂടി നോക്കും. ഇതും അതിനുള്ള അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ഒരു മാനദണ്ഡത്തിൽ വരുന്നതാണ്. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്. മൊത്തം അവിടെ ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, 100 ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മളവിടെ പെർസെന്റേജ് അല്ല ചോദിച്ചേക്കുന്നേ? അല്ല, പെർസെന്റേജ് ഓഫ് എന്നാ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയോ ഇക്വേഷൻ? ഇതെല്ലാരും ബോറടിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവരും ഇക്വേഷൻ തന്നെയുള്ളൂ കേട്ടോ, വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല. ഇക്വേഷൻസ് മാത്രമാണ് ഇനിയുള്ള സെക്ഷൻ വരുന്നത്. ബോറടിക്കുന്നുണ്ടെന്നാണോ എസ് ഇട്ടേക്കുന്നേ? അത് ബോറടിക്കുന്നില്ല എന്നുള്ളതാണോ എസ് ഇട്ടേക്കുന്നേ? ബോറടിക്കണ്ടോ? ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ എന്റെ റെജീന ബോറടിക്കുന്നില്ല എന്നിട്ടുണ്ട്, നമുക്കൊന്നും അറിയാലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് നോക്കുന്നത്? ഒരു അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അംഗീകാരം അവർക്ക് ഹോസ്പിറ്റലിന് നേടണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവർ പക്ക കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതിന്റെ പെർസെന്റേജ് ഒക്കെ കുറഞ്ഞിരുന്നാലല്ലേ കിട്ടുള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരൊരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത്. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവരവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ ഫോർമുല നോക്കിയേ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അൺപ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താ? ആസൂത്രണമല്ലാതെ റിട്ടേൺ ചെയ്യുന്നവര്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുടെ പെർസെന്റേജ്. ഓക്കെ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ ആസൂത്രിത, ഇപ്പൊ നമ്മൾ ഒരു ദിവസം സർജറി ഫിക്സ് ചെയ്തു, അത് പ്ലാൻഡ് ആണ്, അങ്ങനെ വരാം. അല്ലാതെ നമ്മളിപ്പോ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രിതമല്ലാതെ
അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്തെങ്കിലും ആ പേഷ്യന്റ് ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും വീണ്ടും ഒരു സർജറി ചെയ്യുന്നത് അല്ലെ? സർജറി ഇട്ട് വരുന്ന ചിലർക്കൊക്കെ ഇതുപോലെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ചിനൊക്കെ എന്തെങ്കിലും പഴുപ്പോ ഇതൊക്കെ വരുന്ന വീണ്ടും അവര് സ്റ്റിച്ച് ഇടേണ്ട കേസുകൾ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരൂലേ? എന്തെങ്കിലും പ്രശ്നമായിട്ട് വീണ്ടും അവിടെ സർജറി ചെയ്തവർക്കൊക്കെ വീണ്ടും സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ. അതൊക്കെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ ചെയ്തവരൊക്കെ വീണ്ടും തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരിക, റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമില്ലേ? അല്ലേ? അപ്പൊ അവിടെ നല്ലൊരു അംഗീകാരം കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് എടുത്തേന്ന് വിചാരിച്ച കേട്ടോ, അവിടെ ഇരുന്ന് ഉറങ്ങുകയാണോ എന്ന് അറിയില്ലല്ലോ. രണ്ടാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്കും ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും തന്നെ ഓരോരുത്തർ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. Okay. Unplanned return to OT is defined as a secondary procedure needed for the complication that result indirectly from the index operation. അപ്പൊ മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചിലർക്ക് അമിതമായിട്ട് ബ്ലീഡിങ് ഒക്കെ വരിക, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് നോക്കും. During the same admission, okay, index operation during the same admission. Okay, for example, post-operating bleeding. Operation കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരികയാണ്, വീണ്ടും ഓർക്കൊന്നുകൂടി ചെക്ക് ചെയ്യണം, അങ്ങനെ വീണ്ടും സർജറി ചെയ്യണം, അങ്ങനെയൊക്കെ വരിക. പിന്നെ അടുത്താണ് ഡിപ്രിഡിമെന്റ് എന്ന് പറയുന്നത്. ഡിപ്രിഡിമെന്റ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്താണ്? മുറിവിൽ നിന്നൊക്കെ ഉള്ള ഒരു കൊള്ളൂലാത്ത ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ്. ചിലർക്ക് മുറിവൊക്കെ ഇങ്ങനെ പഴുപ്പൊക്കെ വരൂലേ? അപ്പൊ വീണ്ടും അവർ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റിയിട്ട് ഒന്നുകൂടി ആ ഭാഗമൊക്കെ അങ്ങനെയുള്ള ചീത്തയായിട്ടുള്ള ഡെഡ് സെല്ലുകള് പിന്നെ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ അവിടെ ഇരിക്കണ്ടോ, ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ പഴുപ്പിന് കാരണമാകുന്ന സംതിങ് എന്തെങ്കിലും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. പിന്നെ സെക്കൻഡറി സ്ക്യൂട്ടറിങ് എന്ന് പറഞ്ഞാൽ തുന്ന, രണ്ടാമത് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അടുത്താണ് എംബോലക്ടമി എന്ന് പറഞ്ഞു വെച്ചാൽ സർജിക്കൽ റിമൂവൽ തന്നെയാണ്. ഈ ബ്ലഡ് ഒക്കെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ റിമൂവ് ചെയ്യൂലേ, അത് രക്തപ്പൊഴിയിൽ നിന്നൊക്കെ ബ്ലഡ് കട്ടിയായിട്ട് രക്തം കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറി. ചിലപ്പോ സർജറി ഒക്കെ കഴിയുമ്പോൾ ചില ഭാഗത്ത് ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആയിട്ടിരിക്കാം, രക്തപ്പൊഴികളിലെ വെള്ളം. അപ്പൊ അത് വീണ്ടും നീക്കം ചെയ്യുന്ന ഒരു സർജറി, ഇതാണ് എംബോലക്ടമി എന്ന് പറഞ്ഞാൽ. ഇവാലുവേഷൻ അണ്ടർ അനസ്തീഷ്യ, ഈ കാര്യങ്ങളിലൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻഡ് അല്ലാത്ത ഒരു റിട്ടേൺ മടങ്ങി വരുന്നത് വരാം. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് നോക്കും. Okay, formula എന്താ? Number of unplanned return to OT divided by number of patients who underwent surgery in the operation theatre into 100. 1000% ആണ്, അതുകൊണ്ട് 100 കൊണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു എത്രയാണ്, ഒരു 50 സർജറി ഒരു ഹോസ്പിറ്റലിൽ നടന്നു, അതിൽ 40 പേരും തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലല്ലോ. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ പെർസെന്റേജ് നോക്കും. രണ്ടെണ്ണമൊക്കെ നോർമൽ എന്തെങ്കിലും ഇതുകൊണ്ടാന്ന് നോക്കാം. അപ്പൊ അങ്ങനെ മടങ്ങി വരുന്നവരുടെ പെർസെന്റേജ് നോക്കും. അപ്പം അങ്ങനെ സർജറി കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? നമ്പർ ഓഫ് പേഷ്യന്റ് ഹൂസ് അണ്ടർവെന്റ് സർജറി. അപ്പൊ അവിടെ മൊത്തം സർജറി ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു പെർസെന്റേജ് കാണാനായതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് അണ്ടർലൈൻ, അത് ടിക്ക് ഇട്ടോ കേട്ടോ. 147. ഓക്കെ, 7ാമത്തെ. ക്ലിയർ ആവണില്ലേ പിള്ളേരേക്ക്? മനസ്സിലാവുന്നില്ലേ നിങ്ങക്ക്? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമുല ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാലോ. ഓക്കെ, അങ്ങനെ അതാണ് ഞാൻ ഓരോന്നിനും പറ്റുന്നതിനൊക്കെ എക്സാമ്പിൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മള് ഒരു സർജറിയിൽ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം എത്രയാന്ന് നോക്കുക. അതിനെ മൊത്തം സർജറി ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കി 8ാമത്തെ
Percentage of surgeries when the organization procedure to prevent adverse event like wrong site, wrong patient, and wrong surgery have been adhered to. And the percentage of surgeries where the organization procedure. അതായത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള സൈറ്റ് മൂലം തെറ്റായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ തെറ്റായ സർജറി ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തെറ്റായിട്ടുള്ള പേഷ്യൻസ് അല്ലെ പേഷ്യൻസിനൊക്കെ മാറിപ്പോവോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട് അല്ലെ. പേഷ്യൻസിന് ഇപ്പൊ നമ്മൾ കണ്ണിന് സർജറി പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ സർജറി ചെയ്യുന്ന അങ്ങനെ പേപ്പറിലും ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. എങ്കിലും മൈന്യൂട്ടായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് നോക്കും. പിന്നെ അതുപോലെ റോങ് സർജറി, തെറ്റായിട്ടുള്ള സർജറി, അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട സർജറി ആയിരിക്കുമല്ലോ ചിലപ്പോ വേറെ അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ അടുത്തിടെയൊക്കെ അങ്ങനെ ഈ FIR അങ്ങനെ ഒരു കേസ് ഇതൊക്കെ കാണിക്കണ്ടായിരുന്നു. ഇങ്ങനെ മാറ്റി സർജറി ചെയ്തു അല്ലെങ്കിൽ തെറ്റായ സർജറി ചെയ്തു എന്നുള്ള ഇതിനകത്തൊക്കെ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങള് അതൊക്കെ തടയുന്നതിനുള്ള ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ഈ സർജറീസിന്റെ പെർസെന്റേജ് ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവിടെ പ്രിവെന്റ് ചെയ്യുന്നതിന് തടയുന്നതിന്. അപ്പൊ അങ്ങനെയുള്ളതാ ഏതാണ് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറിയുടെ പെർസെന്റേജ്. നോക്കിയ ഫോർമുല നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്. അപ്പൊ ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുള്ള സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. അവിടെ മൊത്തം സർജറി ചെയ്തിട്ടുള്ളതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. അപ്പൊ ആ ശരിക്കും സുരക്ഷാ നടപടിക്രമങ്ങള് എല്ലാ പ്രൊസീജിയറിലും പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ എണ്ണത്തെ നമ്മൾ ടോട്ടൽ സർജറി മൊത്തം അവിടെ പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു എന്ത് ചെയ്യുക 100 ചെയ്യുക. ക്ലിയർ ആയോ ഫോർമുല എട്ടാമത്തെ? ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറി. മൊത്തം എല്ലാ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ ഒക്കെ ചെയ്യുന്ന മൊത്തം സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ 9ാമത്തെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ട്രാൻസ്ഫ്യൂഷൻ? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതൊക്കെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ബാങ്കിൽ പഠിച്ചതാണ്. കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് വേണം. ഡോണർ റെസിപ്പിയൻസിന്റെ ക്രോസ് മാച്ച് ഒക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് മാത്രമേ നമ്മളത് കൊടുക്കാൻ പറ്റുള്ളൂ. റിസീവ് ചെയ്യുന്ന ആള് നമ്മുടെ ഡോണറും തമ്മിലുള്ള ഇതൊക്കെ നമ്മള് ബ്ലഡ് ഗ്രൂപ്പുകളും ഒക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എനി ഹോസ്റ്റൽ റിയാക്ഷൻ, ഹോസ്റ്റൽ എന്ന് വെച്ചാൽ അഡ്വേഴ്സ് എന്നുള്ള മീനിങ് കേട്ടോ, പ്രതികൂലമായ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ എനി ഹോസ്റ്റൽ റിയാക്ഷൻ ടു the transfusion of blood or blood component should be considered as transfusion reaction. It may range from a mild allergic reactions. ചില അലർജി കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് നമ്മൾ കറക്റ്റ് മാച്ച് അല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴോ ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ജീവിത മരണം വരെ സംഭവിക്കാം അല്ലെ. അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് സച്ച് ആസ് TRALI, ട്രാലി എന്നാണ് വായിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ. അതൊന്നും അവിടെ എഴുതി വെച്ചു. TRALI, ട്രാലി. ട്രാൻസ്ഫ്യൂഷൻ related acute, ACUTE, acute lung injury
ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. അതാണ് ട്രാൻസ്ഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്യൂട്ട് ആയിട്ടുള്ള ലങ് ഇഞ്ചുറി. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. അതായത് നമ്മൾ ഇത് ഇത്രേ ഉള്ളൂ. അതിനകത്ത് എന്താ മീൻ ചെയ്യണേന്ന് പറഞ്ഞാൽ നമ്മളെ ഡോണർ ഇല്ലേ, ഡോണറിന്റെ രോഗപ്രതിരോധ കോശങ്ങള് റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ അതിനെ ആക്രമിക്കുമ്പോൾ വരുന്ന ഒരു ഇവന്റ്. അതാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡോണറിന്റെ ആ ഇമ്മ്യൂണിറ്റി സെൽസുകളിലെ രോഗപ്രതിരോധ കോശങ്ങള് അത് റെസിപ്പിയന്റിന്റെ ആ ഇമ്മ്യൂണിറ്റി സെൽസിനെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ആ ഒരു അവസ്ഥയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ, ട്രാൻസ്ഫ്യൂഷന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡിലെ ഘടകങ്ങളെ ഏതെങ്കിലും ഉള്ള പ്രതികൂലമായിട്ടുള്ള ആ പ്രതികരണങ്ങൾ, അങ്ങനെയുള്ളതിന്റെ ഒരു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ ഒരു പെർസെന്റേജ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ആണ് അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കുന്ന ഫോർമുല ഒന്ന് നോക്കിയാൽ അപ്പൊ ക്ലിയർ ആവും നിങ്ങൾക്ക്. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആ ബ്ലഡ് ബാങ്കില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അവിടെ ആ ഒരു ഹോസ്പിറ്റലില്, അപ്പൊ ആ ഹോസ്പിറ്റലില് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ നടത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫർ. അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള യൂണിറ്റ് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അതിന് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു 100. അതൊന്ന് ടിക്കറ്റ് വെച്ചത് കേട്ടോ. 9ാമത്തെ ടിക്കറ്റ് വെക്കുക. അപ്പൊ അതിനകത്തുണ്ട്, ഹെഡിങ്ങിലുണ്ട് ട്രാൻസ്ഫ്യൂഷൻ, നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു 100. ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അതും കൂടി നോക്കാം നമുക്ക്. 10 തീർക്കാം. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUലുള്ള ആ രോഗികളുടെ മരണനിരക്ക്, അതിന്റെ റേഷ്യോ. Okay, standardized mortality ratio is the ratio of the perceived or actual mortality and the anticipated mortality for a specific time period. ഒരു നിശ്ചിത കാലയളവിൽ ഗണിച്ചതോ അല്ലെങ്കിൽ യഥാർത്ഥവുമായ മരണനിരക്കും അവിടെ നമ്മൾ ICUല് പ്രിഡിക്റ്റ് ചെയ്ത, അതായത് ഈ മുൻകൂട്ടി കണ്ട ഈ ആ ഒരു സ്റ്റേജിൽ കിടക്കുന്ന മരണം പ്രതീക്ഷിക്കുന്ന എന്നുള്ളത് മരണനിരക്കും തമ്മിലുള്ള ആ പെർസെന്റേജ്, അതിന്റെ അനുപാതമാണ് ഈ സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇക്വേഷനിലേക്ക് നോക്കി ഒന്നുകൂടി ക്ലിയർ ആവും. ഫോർമുല ആക്ച്വൽ ഡെത്ത് ഇൻ ICU. ICUല് സംഭവിച്ച, ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ച മരണനിരക്ക്, അതിനെ മരണം എത്ര എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആക്ച്വൽ ഡെത്ത് ഇൻ ICU. ICUല് യഥാർത്ഥത്തിൽ മരിച്ച പേഷ്യൻസിന്റെ എണ്ണം, അത് ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU. അതിന് എന്ത് ചെയ്യാം? മരണം പ്രിഡിക്റ്റ് ചെയ്ത, നമ്മൾ മുൻകൂട്ടി നമ്മളിപ്പോ വളരെ സീരിയസ് ആയിട്ട് എന്തായാലും മരിക്കും എന്നുള്ള അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ നമുക്ക് ചിലരൊക്കെ ഇതുപോലെ നമുക്ക് ആ വെന്റിലേറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് എന്താ മരിക്കുന്ന ഒരു കേസുകൾ, അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പ്രെഡിക്റ്റഡ് ഡെത്ത് ഉള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അത്രയും 10 എണ്ണം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോർമുലാസ് നോക്കുക. അതില് 1, 4, പിന്നെ 7, 9 ഇത്രയും 4 നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തി വെച്ചത്. അതെന്തായാലും നിങ്ങൾ പഠിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ എഴുതാൻ പറ്റും. അതിനനുസരിച്ച് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് നാളെ ഉണ്ടല്ലോ. അടുത്ത ക്ലാസ് നാളെ നോക്കാം. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഇക്വേഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ ഒരു സെക്ഷനിൽ ഇക്വേഷൻസ് ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.